പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദ്യരായ വൈദിക സഹോദരന്മാരെ, ഇത് പെന്തിക്കോസ്തി പെരുന്നാളാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 31-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മുഖാന്തരം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ചിന്തിയ സ്വർഗസ്ഥ പിതാവേ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ ചിന്തണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ, സ്തുതിപ്പിൻ്റെ ആത്മാവിനെ, അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും ആത്മാവിനെ, വചനഘോഷണത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ ചിന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ആരാകുന്നുവെന്നും അവിടുത്തെ സന്ദേശത്തിൻ്റെ അർത്ഥം എന്താകുന്നു എന്നും ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ഈ സമയം ഞങ്ങളോട് നീ തന്നെ സംസാരിക്കണമേ. കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേട്ടരുളണമേ. ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്ത അല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, പെന്തിക്കോസ്തി 50-ാം ദിവസം യഹൂദന്മാർ എണ്ണിയിരുന്നത് അവരുടെ പെസഹ മുതൽ 50 ദിവസമാണ്. ക്രിസ്തീയ സഭ പെസഹ മുതലല്ല, ഉയർപ്പ് മുതൽ 50 ദിവസം ആണ് എണ്ണുക. പഴയ നിയമത്തിൽ ഈ പെരുന്നാളിന് പല പേരുകളുണ്ടായിരുന്നു. ഹഗ് ഷവോത്ത്, ഹഗ് ഹക്കസീർ. ഹഗ് എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ പെരുന്നാൾ, അത് അറബിയിൽ ഹജ്ജ് എന്ന് പറയുന്നത് പോലെയാണ്. ഷവോത്ത് എന്ന് പറഞ്ഞാൽ വീക്സ്, ആഴ്ചകളുടെ പെരുന്നാൾ. ഹക്കസീർ എന്ന് പറഞ്ഞാൽ ദ ഫീസ്റ്റ് ഓഫ് ദ ഹാർവെസ്റ്റ്. ബാർലിയും ഗോതമ്പും ഒക്കെ കൊയ്തെടുക്കുന്ന സമയമായതുകൊണ്ട് ആദ്യത്തെ കൊയ്ത്തിൻ്റെ കറ്റകൾ, അതുപോലെ പലതരത്തിലുള്ള ഫലങ്ങൾ
ആദ്യഫലങ്ങൾ ദൈവാലയത്തിൽ സമർപ്പിച്ചിരുന്ന ഒരു ദിവസങ്ങളാണ്. ഹീബ്രുവിൽ ബിക്കുറീം, സുറിയാനിയിൽ ബുക്രോ. ആദ്യഫലങ്ങളിൽ വിശുദ്ധ നാട്ടിൽ വിളഞ്ഞിരുന്ന ഗോതമ്പ്, ബാർലി, മുന്തിരിപ്പഴം, അത്തിപ്പഴം, മാതള നാരങ്ങ, ഒലിവെണ്ണ, ഈന്തപ്പഴം, അങ്ങനെ 7 വ്യത്യസ്തമായ ആ നാടിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അവർ ദൈവത്തിന് സമർപ്പിച്ചിരുന്നത്. കൂടാതെ കൽപ്പനകളുടെ ദാനത്തിൻ്റെ തിരുനാളായിരുന്നു സീനായി മലയിൽ. ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തായതുകൊണ്ട് യഹൂദർക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. കാരണം അവർ മറ്റ് പല കാര്യങ്ങളുടെയും അടിമകളായിരുന്നു. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനം വേരിത്താത്തിസ് സ്പ്ലെൻഡോർ അതിൻ്റെ 13-ാം ഖണ്ഡികയിൽ പറയുന്നു, they had to be free from crimes such as murder, adultery, fornication, theft, fraud, sacrilege and so on. അപ്പോൾ കൊലപാതകം, വ്യഭിചാരം, അശുദ്ധ പ്രവർത്തികൾ, മോഷണം, ചതിവ്, വിശുദ്ധ കാര്യങ്ങളെ നിന്ദിക്കുന്നത് മുതലായ എല്ലാ തെറ്റുകളിൽ നിന്നും അവർ സ്വതന്ത്രരാകേണ്ടിയിരുന്നു. അതിനാൽ വിശുദ്ധ അഗസ്തീനോസ് എഴുതി, commandments were the first necessary steps on their way to freedom. അതുകൊണ്ട് ഈ 10 കൽപ്പനകളെ അത്യാവശ്യം ആദ്യത്തെ കാൽപാദങ്ങൾ, നമ്മൾ ഒരു വലിയ ഫ്രീഡത്തിലേക്കുള്ള ഒരു ജേർണി, അതിൻ്റെ ആദ്യത്തെ പാദങ്ങൾ വയ്ക്കുന്നതാണ് 10 കൽപ്പനകൾ എന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചു. കൽപ്പനകളുടെ ദാനത്തിന് എന്തിനാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുക? ആധുനിക മനുഷ്യന് 10 കൽപ്പനകളല്ല, എല്ലാ കൽപ്പനകളും ഒരു ഭാരമാണ്. എന്നാൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം, മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റ് ഏത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ് അത് ഇവരെ ഒരു ശ്രേഷ്ഠ ജനതയാക്കി. ദൈവത്തിൻ്റെ പരിഗണനയുടെയും സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു അവർക്ക് കൽപ്പനകൾ നൽകിയത്. അതുകൊണ്ട് കൽപ്പനകളുടെ ദാനം നമ്മൾ പ്രത്യേകിച്ച് പ്രവാചകന്മാരിൽ അതിന് വേറൊരു മാനം കൈവരികയാണ്. മോശ സ്വീകരിച്ച 10 കൽപ്പനകൾ കൽപ്പലകളിൽ എഴുതിയിട്ടുള്ളതായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് ജെറമിയ, എസക്കിയേൽ പോലുള്ള പ്രവാചകന്മാർ പറഞ്ഞു, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ജെറമിയ 31-33 വാക്യം. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതപ്പെട്ട നിയമമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൽപ്പനകൾക്ക് വേറൊരു മാനം സിദ്ധിക്കുകയാണ് പ്രവാചകന്മാരിലൂടെ. യേശു പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. കൽപ്പനകൾ പാലിക്കുന്നത് സ്നേഹത്തിൻ്റെയും
വിശ്വസ്തതയുടെയും അടയാളമാണ്. വീണ്ടും 21 വാക്യത്തിൽ പറയുന്നു, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ യേശു പല രംഗങ്ങളിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൽപ്പനകളുടെ പാലനം സ്നേഹത്തിൻ്റെ അടയാളമാണ്. യേശുവിനെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കും, പിതാവും പുത്രനും കൂടി അവരിൽ വന്നു വസിക്കുകയും ചെയ്യും. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണ തിരുനാളായതുകൊണ്ട് ഈ ആത്മാവിന് എന്തെല്ലാം പേരുകളാണ് പുതിയ നിയമത്തിലുള്ളത്. വെറും ആത്മാവെന്ന് പറയും, പരിശുദ്ധാത്മാവെന്ന് പറയും, സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ തൻ്റെ പുത്രൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലൈഫ് ജീവൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കർത്താവിൻ്റെ ആത്മാവ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ആത്മാവിന് ധാരാളം പര്യായങ്ങളുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ, യേശുവിൻ്റെ ആത്മാവിനെയാണ്. അതിനാൽ യേശുവിനോട് ആത്മബന്ധമുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അടുത്ത നമ്മുടെ പോയിന്റ്, ഐ വിൽ സെൻഡ് യു അനദർ പാരക്ലീറ്റ്. അപ്പോൾ ആദ്യത്തെ പാരക്ലീറ്റ് ആരായിരുന്നു? തീർച്ചയായിട്ടും അത് കർത്താവായ യേശു മിശിഹ തന്നെ. 1 യോഹന്നാൻ 2:1 അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ആരെങ്കിലും പാപം ചെയ്താൽ നിരാശപ്പെടരുത്, ദൈവത്തിനും മനുഷ്യനുമിടയ്ക്ക് നമുക്ക് ഒരു പാരക്ലേത്തായുണ്ട്. അത് കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ വ്യക്തം. അതുകൊണ്ട് ക്രിസ്തു തന്നെ പാരക്ലേത്തായിരുന്നു. ഇപ്പോൾ യേശു പറയുന്നു, ഐ വിൽ സെൻഡ് അനദർ പാരക്ലേറ്റ്. യേശുവിൻ്റെ നാമത്തിലാണ് ഈ പാരക്ലേത്ത പ്രവർത്തിക്കാൻ പോകുന്നത്. ഹി സെൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ യേശുവിൻ്റെ പകരക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത്. കർത്താവായ യേശു മിശിഹ പരസ്യ ജീവിതകാലത്ത് ഉദ്ദേശം 3 വർഷം അവരോടുകൂടി ഉണ്ടായിരുന്നു. അവർ ഒരു കാര്യത്തിലും അറിവുള്ളവരായിരുന്നില്ല. അവർ പല കാര്യങ്ങളിലും ഭീരുക്കളായിരുന്നു. യേശു അവരെ പലപ്പോഴും വിളിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയിൽ തെക്നിയ എന്ന പദം കൊണ്ടാണ്. തെക്നിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ, പൈതങ്ങൾ എന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ സംബന്ധിച്ച് അറിവ് പോരാ. അവർക്ക് പേടി സ്വയസിദ്ധമാണ്. അതിനാൽ കർത്താവും പല പ്രാവശ്യം പറഞ്ഞു, ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അവർ. ചെമ്മരിയാടുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളുടെ ഉദാഹരണം പറയുമ്പോൾ ചെമ്മരിയാടാണ് പറയുക. അതുപോലെ ഏത് സമയത്തും ഭീരുത്വം ഈ ആടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഭയം. അതുകൊണ്ട് ശിഷ്യന്മാരെ യേശു ആടുകൾ അല്ലെ ആട്ടിൻകൂട്ടം എന്ന് വിളിച്ചപ്പോഴും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, പൈതങ്ങൾ, തെക്നിയ എന്ന് വിളിച്ചപ്പോഴും അവർക്ക് നിരന്തരമായ ഒരു സപ്പോർട്ട്, ഒരു സംരക്ഷണം ആവശ്യമായിരുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരോടുകൂടി ആയിരിക്കുവാൻ ഒരു സഹായകനെ, ഒരു അഡ്വക്കേറ്റിനെ, ഒരു മധ്യസ്ഥനെ
അവർക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്ന ഒരാളെ, അവരെ സംരക്ഷിക്കുന്ന, അവരെ ഒരുമിച്ച് ഒന്നായി കൂട്ടിയിണക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അയക്കും എന്നാണ് യേശു പഠിപ്പിച്ചത്. വീണ്ടും യേശു പറഞ്ഞു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല, എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വരുന്നത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകത്തിന് അവനെ ഗ്രഹിക്കുവാൻ, ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം ഈ പരിശുദ്ധാത്മാവ് ലോകത്തോടൊത്തല്ല വസിക്കുന്നത്, നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവനാണ് അന്തിക്രിസ്തു. അതിനാൽ സ്വർഗസ്ഥനായ പിതാവിനെയും അവനയച്ച പുത്രനെയും നിഷേധിക്കുന്നവൻ വ്യാജനാണ്. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് 1 യോഹന്നാൻ 20:27 നാം വായിക്കുന്നു. മൂറോൻ അഭിഷേകത്തിലൂടെ, മാമോദീസായിലൂടെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് പരിശുദ്ധ ത്രിത്വത്തെ നാം അറിയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ലോകം, ദൈവരാജ്യം ഇതിനെ 2 cities, 2 പട്ടണങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പട്ടാളക്കാരനായിരുന്ന ഇഗ്നേഷ്യസ് ഓഫ് ലൊയോള പറഞ്ഞു, 2 കൊടിക്കീഴിൽ നിൽക്കുന്നവർ. പട്ടാളത്തിൻ്റെ മുമ്പിൽ കൊടി പിടിച്ച് നടക്കുമ്പോൾ പുറകെ വരുന്ന പട്ടാളക്കാരെ കൊടിയെ നോക്കിയാണ് മാർച്ച് ചെയ്യുന്നത്. നമ്മുടെ ശീമോ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച 3-ാം മണിയുടെ ബോസായിൽ പറയുന്നുണ്ട്, സ്ലീവായെ സഭയ്ക്ക് കൊടിയായി തന്നതിന് നിനക്ക് സ്തോത്രം. സഭ ഈ സ്ലീബായുടെ കൊടിക്കീഴിൽ നിൽക്കുന്ന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രകാശത്തിൻ്റെ സന്തതികളും അന്ധകാരത്തിൻ്റെ ശക്തികളും തമ്മിലുള്ള ആത്മീയ യുദ്ധത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാരോ അവരാണ് ദൈവമക്കൾ എന്ന് റോമർ ലേഖനത്തിൽ നാം വായിക്കും. അതിനാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊരു ഭാഗത്ത്, ദുഷ്ടാത്മാവിനാൽ, പിശാചിനാൽ നയിക്കപ്പെടുന്നവർ വേറൊരു ഭാഗത്ത്. അങ്ങനെ ഈ ആത്മീയ യുദ്ധങ്ങളുടെ നടുവിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോടും കർത്താവായ യേശുവിനോടും ചേർന്ന് നിൽക്കുന്നത്. അടുത്ത ചിന്ത, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഊക്ക് അഫേസ് ഓഫ് ഹ്യൂമാസ് ഓർഫനൂസ്, ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻസ്. ഇവിടെ ഗ്രീക്കിൻ്റെ ക്ലാസിക്കൽ ലാംഗ്വേജിൽ ഫാദർലെസ്, ഫ്രണ്ട്ലെസ് 2 അർത്ഥങ്ങളുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്തവര്, സുഹൃത്തുക്കളില്ലാത്തവരെ ആണ് ഓർഫനോയ് എന്ന് വിളിച്ചിരുന്നത്. അതിനാൽ യു വിൽ നോട്ട് ബി വിത്തൗട്ട് ഹെൽപ്പ് ഓർ എ ഫ്രണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുടെ ഇടയിലുള്ള സഹവാസത്തെ ഒരു ഫാദർലി പ്രസൻസ്, ഒരു മദർലി പ്രസൻസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. നമ്മളെ സംബന്ധിച്ച് നാം യേശുവുമായിട്ട് സംബന്ധത്തിലായിരിക്കുന്നിടത്തോളം കാലം
യേശുവിൻ്റെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലാത്തതുപോലെ നമ്മുടെ ജീവിതവും ഒരിക്കലും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവമായ പ്രത്യാശ. ഈ വലിയ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷകൾ നാം വ്യക്തമായി പഠിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള 3 ശുശ്രൂഷകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറൽ പ്രബന്ധം എഴുതാനുള്ള മാറ്റർ ആയി. കാരണം അത് അതുപോലെ ദൈവശാസ്ത്രപരമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരിൽ തന്നെ എന്താണെന്നും അവർ തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെ കുടുംബം എന്നുള്ള നിലയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ ശുശ്രൂഷകൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനത്തെ ഒരു ചിന്ത, ഈ പരിശുദ്ധാത്മാവിനെ എതിരായി നമ്മൾ പാപം ചെയ്യരുത്. മത്തായി 12:31 ഏറ്റവും വലിയ പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. കർത്താവായ യേശു മിശിഹായെ അറിഞ്ഞിട്ട് യേശുവിനെക്കുറിച്ച് അറിയാൻ സാധ്യതയുണ്ടായിട്ട് യേശുവിനെ അറിയാത്തതും സ്വീകരിക്കാത്തതുമാണ് പരിശുദ്ധാത്മാവിനെതിരായ ഏറ്റവും വലിയ പാപം. പരിശുദ്ധാത്മാവിനെതിരായി കള്ളം പറയരുത്. അപ്പോസ്തല പ്രവൃത്തി 5:3. പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. അതേ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 5:9. പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്. എബ്രായ ലേഖനം 10:29. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസ്യർ ലേഖനം 4:30. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. 1 തെസ്സലോനിക്ക 5:19. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നാം കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്, പരീക്ഷിക്കരുത്, വേദനിപ്പിക്കരുത്, കെടുത്തിക്കളയരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആകാശത്ത് നിന്ന് വരുന്ന ഒരു സൂപ്പർ പവറല്ല. അവിടുന്ന് നമ്മളെപ്പോലെ തന്നെ ഹൃദയമുള്ള, വികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുക. ഈ പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ വലിയ ഒരുക്കത്തോടെ, ആത്മീയമായ ഒരുക്കത്തോടെ നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ കേരളത്തിലെ പ്രത്യേകമായ അവസ്ഥയിൽ ഒരുപക്ഷെ ശുശ്രൂഷയിൽ നേരിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഓൺലൈനായിട്ട്, വെർച്വലായിട്ട് നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. ഹൃദയത്തിലെ വളരെ പശ്ചാത്താപത്തോടുകൂടി കുറിയേലായിസോൻ എന്ന ആവർത്തിച്ചൊല്ലിക്കൊണ്ട് കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നുള്ള അനുതാപത്തിൻ്റെ ആ പ്രകരണങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ ദിവസമായ പെന്തിക്കോസ്തി ശുശ്രൂഷയിലും നമുക്ക് ആത്മീയമായി പങ്കെടുക്കാം. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.